നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇന്ദ്രജാൽ ഡ്രോൺ ഡിഫൻസ്. ഈ കമ്പനി ടൊയോട്ട ഹിലക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പെട്രോൾ വാഹനമായ ഇന്ദ്രജാൽ റേഞ്ചർ പുറത്തിറക്കിയത് കഴിഞ്ഞ വർഷമായിരുന്നു. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവർ ആൻറ്റി ഡ്രോൺ പെട്രോൾ വെഹിക്കിളാണ് ഇന്ദ്രജാൽ റേഞ്ചർ. നഗരപ്രദേശങ്ങളിലും സെൻസിറ്റീവ് അതിർത്തി പ്രദേശങ്ങളിലും അനധികൃതവും അപകടകരവുമായ ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ അത്യാധുനിക വാഹനം. ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിലെ ഡ്രോൺ അടിസ്ഥാനമാക്കിയുള്ള മയക്കുമരുന്ന്, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കള്ളക്കടത്ത് അതിവേഗം വർദ്ധിച്ചു വരുന്ന സമയത്തായിരുന്നു ഈ വാഹനം ലോഞ്ച് ചെയ്തതെന്നതും ഇതിൻ്റെ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നു. ഈ വാഹനം പുറത്തിറക്കിയിരുന്നുവെങ്കിലും ഇതുവരെ ഇത് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതിർത്തികളിലെ ഡ്രോൺ ഭീഷണികളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ദ്രജാൽ റേഞ്ചർ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. പദ്ധതിക്കായി ഇന്ദ്രജാൽ ഓട്ടോണമസ് ഡിഫൻസ് സിസ്റ്റംസ്, സിഗ്മ അഡ്വാൻസ് സിസ്റ്റംസ് എന്നീ കമ്പനികളുടെ കൺസോർഷ്യവുമായി സൈന്യം ഏകദേശം 155 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ VVIP സുരക്ഷയ്ക്കും നഗരസുരക്ഷയ്ക്കുമായി ഒരു അർബൻ പോലീസ് വിഭാഗത്തിൽ നിന്ന് 10 കോടി രൂപയുടെ അധിക ഓർഡറും ഈ കൺസോർഷ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിനോ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നതിനോ വേണ്ടി രണ്ടോ അതിലധികമോ കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ ഒന്നിച്ചുചേരുന്ന കൂട്ടായ്മയാണ് കൺസോർഷ്യം എന്ന് വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രം ഉറപ്പിച്ചു നിർത്തുന്ന പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യാത്രക്കിടയിലും ഡ്രോൺ വിരുദ്ധ പ്രതിരോധ പ്രവർത്തനം നടത്താനുള്ള കഴിവാണ് ഇന്ദ്രജാൽ റേഞ്ചറിൻ്റെ പ്രധാന സവിശേഷത. സൈനിക വാഹന വ്യൂഹങ്ങളുടെ കോൺവോയ് പാതകൾ, മുന്നണി പോസ്റ്റുകൾ, അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ പെട്രോളിംഗ് വാഹനം എളുപ്പത്തിൽ വിന്യസിക്കാം. ഏത് പ്രദേശത്ത് ഉയരുന്ന ഭീഷണിയും കൃത്യസമയത്ത് തന്നെ ഇടപെടാൻ വാഹനത്തിലുള്ള ഈ സംവിധാനം ഏറെ പ്രയോജനകരമാണ്. നിരവധി കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചാണ് ഇന്ദ്രജാൽ റേഞ്ചർ എന്ന ഈ അത്യാധുനിക വാഹനം പ്രവർത്തിക്കുന്നത്. ഏകദേശം 4 കിലോമീറ്റർ പരിധിയിലുള്ള ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ഈ സംവിധാനത്തിന് കഴിയും. ശത്രു ഡ്രോണുകളെ പറക്കലിനിടയിൽ തന്നെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്ന സൈബർ ടേക്ക് ഓവർ ശേഷി ഇതിനുണ്ട്. ആവശ്യമെങ്കിൽ ജാമിംഗ് ഉൾപ്പെടെയുള്ള മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഡ്രോണുകളെ തടസ്സപ്പെടുത്തുകയോ നിർവീര്യമാക്കുകയോ ചെയ്യും. ഡ്രൈവൻ പ്രോസസ്സിംഗ് കോറും SkyOS കമാൻഡ് ലെയറും വഴി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഒരേ സമയം നിരവധി കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഏകോപിപ്പിക്കുന്നവയാണ്. ഇന്ദ്രജാൽ റേഞ്ചർ ഒരു ഓൾ ടെറൈൻ 4x4 വാഹനത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഗ്രീൻ റോബോട്ടിക്സ് ആണ് വികസിപ്പിച്ചെടുത്തത്. ഇന്ദ്രജാൽ റേഞ്ചറിൻ്റെ ഏറ്റവും വലിയ തലച്ചോറ് എന്ന് വിളിക്കുന്നത് SkyOSനെയാണ്. വാഹനം ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മേഖലകളിലേക്ക് പ്രവേശിക്കുമ്പോൾ SkyOS കമാൻഡ് സെൻറ്റർ വാഹനത്തിൽ വിന്യസിച്ചിരിക്കുന്ന കൗണ്ടർ US സെൻസർ ഡാറ്റയെ നിർണായകമായ ഒരു AI പവർ കൺട്രോൾ കോറിലേക്ക് മാറ്റും. ഇത് വ്യോമ ഭീഷണികളെ തുടർച്ചയായി കണ്ടെത്തുകയും തരംതിരിക്കുകയും മുൻഗണന നൽകുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരു റോക്ക് ഡ്രോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും വിദൂരമായി കൈകാര്യം ചെയ്യാനും കഴിയുന്ന സൈബർ ടേക്ക് ഓവർ യൂണിറ്റും ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു. താഴ്ന്നു പറക്കുന്ന റേസിംഗ് ഡ്രോണുകൾ, സാധാരണ ക്വാഡ് കോപ്റ്ററുകൾ, സ്വാം ഡ്രോണുകൾ എന്നിവയെ പോലും ഫലപ്രദമായി നേരിടാൻ ഇന്ദ്രജാൽ റേഞ്ചറിന് സാധിക്കും. ദുർഘട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മരുന്ന്, ആയുധക്കടത്ത്, സ്ഫോടക വസ്തുക്കൾ എത്തിക്കൽ എന്നിവ തടയാൻ ഈ വാഹനം സുരക്ഷാ സേനയെ സഹായിക്കും. അതിർത്തികൾക്ക് പുറമെ വിമാനത്താവളങ്ങൾ, നഗരങ്ങൾ, പൊതുപരിപാടികൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ, VVIP സാഹചര്യങ്ങൾ എന്നിവിടങ്ങളിലും ഡ്രോൺ ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ദ്രജാൽ റേഞ്ചറിന് പ്രാധാന്യം വർദ്ധിക്കുന്നത്. അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ രംഗത്തിൻ്റെ പ്രാപ്തി കൂടിയാണ് ഈ പദ്ധതി തെളിയിക്കുന്നത്.